മോളെ, നീ വായിക്കുകയല്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാ പെൺകുട്ടികളുടെയും ഈ പ്രായം സ്വപ്നങ്ങളുടേതാണ്. ആരാണെന്നും എന്താണെന്നും അറിയാത്തൊരുത്തൻ ഊണിലും ഉറക്കത്തിലും മനസ്സിൽ കയറിയിരിക്കുക. എന്തൊരു അസ്വസ്ഥതയാണത്, അല്ലേ മോളെ? അവനെ തേടി പിടിച്ചു കൊടുക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണ്. നിർഭാഗ്യത്തിന് നിനക്കമ്മയില്ല. നിനക്ക് പലയിടത്തു നിന്നും വിവാഹാലോചനകൾ വരുന്നുണ്ട്. ഇനി അവയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമായി. ശരി. എന്താ ശ്രീമതി, എന്താ വിശേഷം? പറയത്തക്ക വിശേഷമൊന്നുമില്ല, എന്നാ അല്പസ്വല്പ വിശേഷം ഇല്ലാതെ ഇല്ല. എന്താ രാജൻ ഇതൊക്കെ? ഈ ചെക്ക് ബുക്കിന്റെ എല്ലാ ലീഫിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ നീ എത്ര എടുത്ത് ചെലവ്? സുമി, നീ കല്യാണത്തിന് പോയില്ലേ? രാജൻ, ഞാനിതിന് മറുപടി പറയണോ? സുമി, ഞാൻ എന്ത് ചെയ്യാനാ? ഫ്ലൈറ്റ് ലേറ്റ് ആയി പോയി. നിങ്ങളുടെ ഫ്ലൈറ്റ് ബോംബെ, കൽക്കത്ത, മദ്രാസ്. നിങ്ങൾക്ക് എന്ന് യാത്രയാണ്, എന്ന് ലേറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്ടറി, ബിസിനസ്, മാസത്തിൽ 30 ദിവസവും ഇതിനെക്കുറിച്ചല്ലാതെ ചിന്തിക്കാൻ സമയമുണ്ടോ? ഇവിടെ നിങ്ങൾക്കൊരു വീടുണ്ട്. ഈ വീട്ടിൽ എന്റെ ജോലി എന്താണെന്നറിയാമോ? ഒരിക്കലും സമയത്തിനെത്താത്ത നിങ്ങളെയും കാത്തിരിക്കൽ. നമുക്കൊരു കുഞ്ഞുണ്ട്, അതിനെ ഒന്നെടുത്ത് ലാളിക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. ഇന്ന് എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. നാളെ ഇതിനകത്ത് കിടന്ന് ഞാൻ മരിച്ചാൽ അന്ന് നിങ്ങൾ താമസിച്ച് എത്തും. സുമി, ഒരു കല്യാണത്തിന് പോകാതിരുന്നതിനാണോ ഇത്രയും? ഒരു കല്യാണമോ? ആരുടെയോ ഒരു കല്യാണം അല്ലേ? നിങ്ങൾക്കറിയാമോ, എന്റെ ഇളയച്ചന്റെ മോളുടെയാ, എന്റെ സ്വന്തം അനിയത്തിയുടെ കല്യാണമാ. എനിക്കോ വരാൻ പറ്റിയില്ല, നിനക്കെങ്കിലും പോകാമായിരുന്നില്ലേ? ഞാൻ ഒറ്റയ്ക്കോ? നിങ്ങൾക്ക് നാണമില്ലേ ഇത് പറയാൻ? ഞാൻ ഒറ്റയ്ക്ക് ആ കല്യാണ പന്തലിലേക്ക് കയറി ചെല്ലണം അല്ലേ? നിങ്ങളുടെ കയ്യും പിടിച്ച്. ഇനി ഞാനും അദ്ദേഹവും ഈ മുറിയിൽ കയറരുത്. കുറെ മുൻപ് ഞാൻ ഈ കിടക്കയിൽ മരിച്ചു.
ഹലോ രാജൻ ഹിയർ. ആ മാഗി, കുറെ ദിവസത്തേക്ക് കാര്യങ്ങളെല്ലാം നോക്കാൻ മാനേജറോട് പറയും. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. പ്ലീസ്. നിങ്ങൾക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? ഇല്ല. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് സുമി. ഞാൻ നിന്റെ ഭർത്താവാണ്. രാജ, നീ എന്താ എവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല. സുമി എവിടെ? അപ്പുറത്തുണ്ട്. സുമി, എന്താ മോളെ, നീ എന്താ മിണ്ടാത്തത്? എന്നോട് പറഞ്ഞൂടെ? പറ. ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അവൻ അവിടെ കുത്തിയിരിക്കും. രാജൻ, എന്തിനാ ഇവളെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? ഇന്നലെ ഞാനിവിടെ വന്നപ്പോ ഇവളിവിടെ ബോധമില്ലാതെ കിടക്കുന്നതാണ് കണ്ടത്. ഇന്ന് ഇങ്ങനെ. രാജൻ, ഇവളെ ഞാൻ എങ്ങനെയാണ് വളർത്തിയെന്നറിയാമോ? ഇത്രയും കാലം എന്റെ വീട്ടിൽ ഇവളുടെ ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടില്ല. ഇവൾ വേദനിച്ചാൽ എനിക്കത് സഹിക്കില്ല. എടീ, നീ ഇവനോടൊപ്പം ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കി നിനക്ക് ഇങ്ങനെ കരയേണ്ടി വരുമെന്ന്. പറയടി, ഇവൻ നിന്നെ എന്ത് ചെയ്തു? എന്ത് പറഞ്ഞു? ചോദിക്കാൻ ഞാനുണ്ട്. രാജൻ, നിനക്കവളെ എന്തും ചെയ്യാം, എന്തും പറയാം. ഈ വീട്ടിലിട്ട് എങ്ങനെയും കഷ്ടപ്പെടുത്താം. അതവൾക്ക് എന്നോട് പറയാൻ പോലും പാടില്ല, അല്ലേ? ക്ഷമിക്കണം. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഞങ്ങൾക്കിടയിൽ 100 പ്രശ്നങ്ങളുണ്ടാവും. അച്ഛനായാൽ പോലും അതറിയണമെന്നില്ല. അവളെ ഉപദ്രവിക്കരുത്. ഞാനൊരു അച്ഛനായിപ്പോയി, അതുകൊണ്ട് കയറി വന്നു. ക്ഷമിക്കണം. സുമി, ഈ വീട് അന്തസ്സുള്ളൊരു കുടുംബമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയത്. അതെ, ഞാനത് തകർത്തു. നിങ്ങൾക്കത് എങ്ങനെ സഹിക്കാൻ കഴിയുന്നു? എങ്ങനെ സഹിക്കുന്നു? ഓരോ നിമിഷവും ഞാൻ നിങ്ങളുടെ മുൻപിൽ വരുന്നത് സന്തോഷത്തോടെ എന്റെ മരണവും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കത് ചെയ്തുകൂടെ? അങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചുകൂടെ? ഞാൻ അതാണ് ചെയ്യേണ്ടത്. നീ ചെയ്തത് എത്രയോ വലിയൊരു തെറ്റാണ്. ഒരു ഭർത്താവിനും അത് സഹിക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. നിന്നെ വെറുക്കാനും ശിക്ഷിക്കാനും എനിക്ക് കഴിയില്ല. സുമി, ജീവിതം അനുഭവങ്ങളാണ്. അത് നിന്നെയും എന്നെയും ഇവിടെ കൊണ്ടെത്തിച്ചു. നിനക്ക് തെറ്റുപറ്റി. അത് ഞാനല്ലാതെ മറ്റാരാണ് ക്ഷമിക്കേണ്ടത്? എനിക്ക് ചിലത് പറയാനുണ്ട്.
തീരുമാനിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. ഈ വീട്, ഇവിടുത്തെ ബന്ധങ്ങൾ എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി. നിങ്ങളെയും ഞാൻ എനിക്ക് നഷ്ടപ്പെടുത്തി. ആ സംഭവത്തിന് ശേഷം നിങ്ങളെന്നെ ആട്ടിപ്പുറത്താക്കുമെന്ന് ഞാൻ കരുതി. ഇല്ല, ഒരിക്കലും അതുണ്ടാവില്ല. ഈ വീട്ടിൽ ഇനി എനിക്ക് ജീവിക്കാനാവില്ല. നീ എവിടെയെങ്കിലും ജീവിക്കണം. അത് ഈ വീട്ടിൽ തന്നെയാവുന്നതാണ് നല്ലത്. ഇല്ല ഇല്ല, നിങ്ങളുള്ളിടത്ത് എനിക്ക് ജീവിക്കാനാവില്ല. സുമി, നിനക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അതെളുപ്പമാണ്. ഇത്രയും കാലം ഞാനും നീയും ജീവിച്ചൊരു ജീവിതമുണ്ട്. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്റെ ഭാര്യയായിട്ടല്ലായിരിക്കും. അതെ സുമി, ഈ വീടിന് പുറത്തൊരു ലോകമുണ്ട്. നീ എന്തിനെന്നെ ഉപേക്ഷിച്ചു എന്നവർ ചോദിച്ചാൽ നീ എന്തുത്തരം പറയും? എന്നോടും അവർ ചോദിക്കും, ഞാൻ എന്തുത്തരം പറയും? നാളെ നമ്മുടെ മോളോടും അവർ ചോദിക്കും, അവൾ എന്തുത്തരം പറയും? നമ്മുടെ മോള് ജനിച്ചിട്ടേ ഉള്ളൂ, ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. നീ ചെയ്ത തെറ്റിന് നാളെ അവൾ അവളുടെ ജീവിതം കൊണ്ട് പിഴയൊടുക്കേണ്ടി വരും. തലമുറകളോളം നീണ്ടു നിൽക്കുന്ന ഒരു തെറ്റാണ് നീ ചെയ്തത്. അത് മറക്കാൻ കഴിഞ്ഞാലേ നിനക്കും എനിക്കും നമ്മുടെ മോൾക്കും ഒരു ജീവിതമുള്ളൂ സുമി. ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ വീടിന് വേണ്ടി, നിനക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി ഞാനത് സഹിക്കേണ്ടവനാണ് സുമി. എന്തിനാണ് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിതം തരുന്നത്? ആ കൈ കൊണ്ട് ഈ കഴുത്ത് ഞെരിച്ചു കൊന്നുകൂടെ? ഞാൻ നിന്നെ സ്നേഹിച്ചവനാണ് സുമി. വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാം. നിന്നെ ശിക്ഷിക്കാൻ ഞങ്ങളാളല്ല.